ഹായ് ഓൾ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ കൊച്ചു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എപ്പോഴും നീറ്റായിട്ട് വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നിത്യേന ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെറിയ വീടാണെങ്കിലും ആ വീട് നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത്, എത്ര ജോലി തിരക്കാണെങ്കിലും നമ്മൾ രാവിലെ മുറ്റം വൃത്തിയായിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ഒരു 2-3 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ വൃത്തിയായിട്ടിരിക്കും. അതേപോലെ തന്നെ വീടിനുള്ളിലോട്ട് ഫസ്റ്റ് ആര് വരികയാണെങ്കിലും മുറ്റം കാണുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു ഫീലായിരിക്കും കേട്ടോ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും മുറ്റം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീടിന് മുൻവശത്ത് ചെടിയൊക്കെ വെക്കണവരാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് ചെടി വെക്കുകയാണെങ്കിൽ അവിടെ വൃത്തികേടാവാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുമ്പോൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വീടിന് മുന്നിലെ ഈ അലങ്കോലമായിട്ടുള്ള ചെരുപ്പുകളാണ്. കാരണം എത്ര മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കിയാലും ഈ ചെരുപ്പുകൾ യഥാസ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുൻവശം വൃത്തികേടായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് ഷൂറാക്കൊക്കെ ഉള്ളവർ ഷൂറാക്കിൽ സുരക്ഷിതമായിട്ട് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് നമ്മൾ വീടിൻ്റെ മുൻവശത്ത് ഏതെങ്കിലും ഒരു അരുവിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ വീടിൻ്റെ മുൻവശത്തൊക്കെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കണവരാണെങ്കിൽ ആ ജോലിയൊക്കെ ആ രാവിലെ മുറ്റടിക്കാൻ വരുന്ന സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നമ്മൾ പൈപ്പിൻ്റെ ഏരിയയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ രാവിലെ സിറ്റ് ഔട്ട് എപ്പോഴും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണെങ്കിൽ വീടിൻ്റെ മുൻവശം എപ്പോഴും നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടിരിക്കും. അതേപോലെ നമ്മുടെ ചവിട്ടി വീടിനുള്ളിൽ എപ്പോഴും ഇതുപോലെ 1-2 ചവിട്ടികൾ സൂക്ഷിക്കുകയാണെങ്കിൽ പുറത്തു നിന്ന് വരുമ്പോൾ ആ അഴുക്കൊന്നും അകത്തോട്ട് പോവാതെ ആ ചവിട്ടിയിൽ തന്നെ ആ പൊടിയൊക്കെ പോവും. പിന്നെ നമ്മൾ അകത്തോട്ട് വലിയ അഴുക്കൊന്നും കയറൂല കേട്ടോ. അപ്പോൾ ചവിട്ടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ചവിട്ടി ഇടയ്ക്ക് തട്ടി ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോരുകയാണെങ്കിൽ നമ്മളെ വീട് വലിയ വീടോ ചെറിയ വീടായിക്കോട്ടെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നോക്കാം. അധിക വീടുകളിലും കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കുളി കഴിഞ്ഞ ഉടനെ തോർത്തുമുണ്ട് അധികം സ്റ്റെയർ കേസിലോ അതേപോലെ തന്നെ നമ്മളെ ബെഡിൽ അല്ലാന്നുണ്ടെങ്കിൽ കസാരകളിൽ സോഫയിൽ ഒക്കെ നനച്ച് ഇടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഇട്ടാൽ വീടിൻ്റെ വൃത്തി പാടെ പോകും. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞ ഉടനെ അതിന് ഒരു സ്ഥാനം നമ്മളതിന് വെക്കാനൊരു സ്ഥലം നിയോഗിക്കുക. അപ്പോൾ അവിടെ തന്നെ കുട്ടികൾ വെക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ പലരും അടിച്ചു വരുമ്പോൾ നമ്മൾ താഴോട്ടാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മുകളിലോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എവിടെയും മാറാലൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ചൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ ഫാനൊക്കെ ഒരു തലക്കിണിയുടെ കവർ വെച്ചിട്ട് നമുക്ക് ബെഡിലൊന്നും ആവാതെ ഇതുപോലെ അതിലുള്ള അഴുക്കെല്ലാം തുടച്ച് മാറ്റാം. ഒരു പഴയ തലക്കിണീൻ്റെ കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് വീണ്ടും അടുത്തതായിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ടോ ഒന്ന് വീണ്ടും ഇതുപോലെ തിരിച്ചും ചെയ്യുക. അപ്പോൾ ഫാനിലെ അഴുക്കൊക്കെ പാടെ ഒഴിഞ്ഞു പോവും. അപ്പോൾ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഹെൽപ്പാവും കേട്ടോ. അടിച്ചു വരുന്ന സമയത്ത് എല്ലാം മാറാൽ ആ ചൂല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് തട്ടാൻ ശ്രദ്ധിക്കുക. അതുപോലെ റൂമിലെ ഫാനൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അടുത്ത ടിപ്സ്, എല്ലാ ദിവസവും നമ്മൾ റൂമിൻ്റെയൊക്കെ ജനവാതിലുകൾ കുറച്ച് സമയം തുറന്നിടുക കേട്ടോ. രാവിലെ കുറച്ച് നേരം നമ്മൾ വീടിനുള്ളിലെ ജനവാതിലുകളും വാതിലൊക്കെ തുറന്നിട്ടാൽ വീടിനുള്ളിലോട്ട് ശുദ്ധവായും സൂര്യപ്രകാശമൊക്കെ വീടിനുള്ളിലോട്ട് നന്നായിട്ട് എത്തും ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ വീടിനുള്ളിലെ അടച്ചിട്ട ആ മണം ഒക്കെ കുറയും ചെയ്യും. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. രാവിലെ നമുക്ക് റൂമിലോട്ട് വരികയാണെങ്കിലും കിച്ചണിലോട്ട് വരികയാണെങ്കിലൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ.
അടുത്ത ടിപ്സ്, നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണത്തിന് ശേഷവും ഡൈനിങ് ടേബിൾ വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വേറൊന്നുമല്ല, നമ്മൾ ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളോ അതോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ടേബിളിൽ അവശേഷിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ വല്ല ഈച്ചകളോ പ്രാണികളോ ഉറുമ്പോ ഒക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ അവിടെ വൃത്തികേടായിട്ട് കിടക്കും. അടുത്തതായിട്ട് നമ്മളെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു തെറ്റാണ്, അലക്കി ഉണങ്ങിയ തുണികൾ നമ്മൾ ഒന്നെങ്കിൽ സോഫയിലോ അല്ലെങ്കിൽ ടേബിൾ മേലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടി വെക്കും. മടക്കി വെക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മടക്കി വെക്കാന്നുള്ള രീതിയിൽ അത് മറന്നു പോവും. കഴിയുന്നതും അപ്പോൾ തന്നെ അത് മടക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ ഡ്രസ്സ് നമ്മൾ അതാത് സമയത്ത് വൃത്തിയായിട്ട് മടക്കി സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ അലക്കാനുള്ള തുണികൾ ഈ കോണിൻ്റെ ആ ഭാഗത്ത് വെക്കണ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ നല്ല കാര്യമാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു വേസ്റ്റായിട്ടുള്ള കൊട്ടയിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ കൊട്ട അങ്ങോട്ട് മാറ്റിയാൽ മതി. ഡ്രസ്സ് ഒന്നായിട്ട് വാരി പിടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കോണിയുടെ സൈഡിൽ മൂലക്കലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ചെറിയ കൊട്ടയൊക്കെ ആണെങ്കിൽ നല്ല സേഫ്റ്റിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതുപോലെ കൊട്ടയിൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് എടുക്കാൻ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മളെ സോഫയിലൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിഠായിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തട്ടി വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യേന ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് ചെറിയ കൊച്ചു വീടാണെങ്കിലും വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ, നമ്മളെ വീട്ടിലെ കുട്ടികളായാലും മുതിർന്നവരായാലും ഈ കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ കുട്ടികളൊക്കെ കിടന്ന് എണീറ്റ് പോയാൽ ഈ ഒരു 10 വയസ്സ് ഏജിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ബെഡ്ഷീറ്റും അവരുടെ റൂമൊക്കെ അവരെ കൊണ്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ശീലിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. അതേപോലെ തന്നെ അവരുടെ പുസ്തകങ്ങൾ സാധനങ്ങളൊക്കെ ടേബിളിൽ വലിച്ച് വെക്കണ സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയും നമ്മൾ ചെറിയതിലെ നുള്ളി ഒഴിവാക്കുക. അവരുടെ സാധനങ്ങളെല്ലാം പുസ്തകങ്ങളെല്ലാം ഒരു ആൾമറയിൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് സേഫാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കൈ കഴുകാൻ ഉപയോഗിക്കുന്നതാണ് വാഷ് ബേസ്. കുട്ടികളായാലും നമ്മൾ മുതിർന്നവരായാലൊക്കെ വാഷ് ബേസിലാണ് കൈ കഴുകുക. അപ്പോൾ വാഷ് ബേസ് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഉണ്ടാവും. ദിവസവും ഈ ഭാഗം രാവിലെ തന്നെ ക്ലീനാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് കാണപ്പെടും. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് കാണപ്പെടുന്ന ഒരു ഭാഗമായതുകൊണ്ട് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീടിൻ്റെ മുൻവശത്ത് തന്നെ നമ്മൾ ഡൈനിങ് ഹാൾക്ക് കയറുന്ന ആ ഒരു ഭാഗത്താണ് അധികം വാഷ് ബേസ് വരിക. അപ്പോൾ എപ്പോഴും വാഷ് ബേസിൻ്റെ കബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വാഷ് ബേസിൻ്റെ കബോർഡിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമ്മളെത്ര ഒരുക്കി വെച്ചാലും അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ സാധനങ്ങൾ കബോർഡിലൊക്കെ നിറച്ച് വെക്കും. ആ ഒരു ശീലം നമ്മൾ ഇടയ്ക്ക് നുള്ളിക്കളയുക, എന്താ വെച്ചാൽ ഒഴിവാക്കിപ്പിക്കുക. അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ കബോർഡിൽ കുട്ടികളെ വകയായിട്ട് അവർ വെക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി നിത്യേന ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഒരു പിടി മുന്നിലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട് നീറ്റായിട്ട് ക്ലീനായിട്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഏറ്റവും നല്ല വൃത്തി എന്ന് പറയുന്നത് ബാത്റൂമാണ്. എപ്പോഴും ബാത്റൂം വൃത്തിയായിട്ട് വെള്ളമൊന്നുമില്ലാതെ ഉണങ്ങിയിട്ട് സൂക്ഷിക്കണതാണ് നല്ലത്. ഉപയോഗശേഷം നിലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പിടി പരിധി വരെ നമ്മൾ വഴുതി വീഴാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയ വീടോ വലിയ വീടോ എന്നുള്ളതല്ല, വൃത്തിയായിട്ട് നീറ്റായിട്ട് കാണാൻ നമ്മൾ ഡെയിലി നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി. കിച്ചൺ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കാണാം കേട്ടോ. കിച്ചണിനെ പറ്റി ഈ വീഡിയോയിൽ ഞാനൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ കിച്ചണിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേറെ ഉണ്ട്, കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണാം.
പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ട് നീറ്റായിട്ട് ഇട്ടാലും ചിലപ്പോൾ നമ്മളുടെ വീട്ടിലോട്ട് ആരും വരണമെന്നില്ല. പക്ഷേ ഒന്നും ചെയ്യാത്ത ദിവസമായിരിക്കും ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരിക. അതൊരു പ്രപഞ്ച സത്യമാണ് കേട്ടോ. അതിന് നമുക്ക് ടിപ്സുകളൊന്നുമില്ല. കഴിയണതും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.